അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാദവാർഷിക പരീക്ഷ ലിസാനിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങൾ, അതായത് ആവർത്തിച്ച് വരുന്നതായ ചോദ്യങ്ങൾ. പരീക്ഷയ്ക്ക് പലപ്പോഴും പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കി പരീക്ഷ എഴുതേണ്ടതെന്ന് വീഡിയോയിൽ കൃത്യമായി പറയും. അതനുസരിച്ച് എല്ലാവരും ചെയ്യുക. അതുപോലെ നമ്മുടെ ഓരോ ചാപ്റ്റർ ബേസ് ആയിട്ട്, അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും തിരഞ്ഞെടുത്ത ക്വിസ് രൂപത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇതുവരെയായിട്ട് അറ്റൻഡ് ചെയ്യാത്തവർ താഴെ കമൻറ്റ് ചെയ്യുക. ക്വിസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ക്വിസ് വിട്ടിട്ടുണ്ട്. അത് കയറിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. വളരെയധികം ഉപകരിക്കും. ഇനി നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. നുക്കമ്മലുൽ അബിയാത്ത്, ബൈത്ത് പൂർത്തിയാക്കാനാണ്. ഇവിടെ താഴെ നമ്മുടെ 1ാമത്തെ പാഠത്തിലുള്ള ബൈത്തിൻ്റെ വരികളാണ് കൊടുത്തിട്ടുള്ളത്. അത് പൂർത്തിയാക്കി കൊടുക്കുക. ഒന്ന് നവ്വിർ എന്ന വേണ്ടത്. നവ്വിർ ലന ഡാഷ് ഡാഷ് ഉമൂറന, നവ്വിർ ലന ഖുലൂബന യസ്സിർ ലന ഉമൂറന. അടുത്തത് ഡാഷ് അഖ്ലാഖന ഹസിൻ ലന ഡാഷ്, സയ്യിൻ ലന അഖ്ലാഖന ഹസിൻ ലന അഹ്വാലന. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ മാന, നമുക്ക് അർത്ഥം എഴുതാം. ഒന്ന് അഷ്ഷുൻ, അഷ്ഷുൻ എന്ന് പറഞ്ഞാൽ കൂട് എന്നാണ് അർത്ഥം. 2 ഗുർഫത്തുൻ, ഗുർഫത്തുൻ റൂം. പാഠഭാഗത്തിൽ കുറേ ചെറിയ ചെറിയ അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ അർത്ഥം പഠിച്ചു വെക്കണം. ജിദാർ, മിർഅത്ത്. ഇനി അടുത്ത പ്രവർത്തനം തർജിം ചെയ്യാൻ. ഒന്ന് അസ്സഫീനത്തു അലസ്സതഹിൽ ബഹിരി, അസ്സഫീനത്തു കപ്പൽ, അലസ്സതഹിൽ ബഹിരി കടൽ പരപ്പിലാണ്, കപ്പൽ കടൽ പരപ്പിലാണ്. 2 അൽ അസ്ഹാറു അലൽ അറാസി, ചെടിമേൽ പൂക്കളുണ്ട്. അസ്ഹാർ പറഞ്ഞാൽ പൂക്കൾ. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം തന്നിട്ടുണ്ട്. നമുക്കിനി ചോദ്യം തയ്യാറാക്കാനാണ്. ഒന്ന് അൽ ഖാതമു ഫിൽ ഖൻസിരി, സ്വാദിന് കെസറ വേണ്ടത്. അൽ ഖാതമു ഫിൽ ഖൻസിരി, മോതിരം ചെറു വെല്ലിലാണ്. ഇതിൻ്റെ ചോദ്യം തയ്യാറാക്കാം. ഐനൽ ഖാതമു യാ ഫാത്തിമത്തു, ഫാത്തിമ നിൻ്റെ മോതിരം എവിടെ? ഐനൽ ഖാതമു, അതാണ് ചോദ്യം. ഇനി അടുത്തത് അത്തുഫാഹത്തു ഫിസല്ലത്തി, അത്തുഫാഹത്തു ആപ്പിള്, ഫിസല്ലത്തി കുട്ടയിലാണ്, ആപ്പിൾ കുട്ടയിലാണ്. ഇനി അതിൻ്റെ ചോദ്യം തയ്യാറാക്കേണ്ടത് ഐന തുഫാഹത്തു, ആപ്പിൾ എവിടെ? ആപ്പിൾ എവിടെയാണ്? അത്തുഫാഹത്തു ഫിസല്ലത്തി, ആപ്പിൾ കുട്ടയിലാണ്. അടുത്തത് അൽ കഅബത്തു ഫി മക്കത്ത ഡാഷ്, അൽ കഅബത്തു ഫി മക്കത്ത, കഅബ മക്കയിലാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്താ? ചോദ്യം തയ്യാറാക്കണം. ഐനൽ കഅബത്തു, കഅബ എവിടെ? ഐനൽ കഅബത്തു, കഅബ എവിടെ? ഇതൊക്കെ വരുന്നതാണ് പരീക്ഷയ്ക്ക്. ഇനി അടുത്ത പ്രവർത്തനം നംല ഉൽ ഫറാഗ മിമ്മ ബൈനൽ ഖൗസൈനി, വിട്ട ഭാഗം എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. ഒന്ന് ഫിൽ മസ്ജിദി, പള്ളിയിൽ ഉണ്ട് എന്ത്? സഹറാണോ, സഹറത്തുൻ എന്നതാണോ, ഹഖീബത്തുൻ എന്നതാണോ, ഇമാമുൻ എന്നതാണോ? പള്ളിയിൽ ഉണ്ടാവുന്ന ആളാരാണ്? ഇമാമാണ്. അത് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഫിൽ മസ്ജിദി ഇമാമുൻ, പള്ളിയിൽ ഇമാമുണ്ട്. ഇനി അടുത്തത് ഫിസ് സുന്ദൂഖി ഡാഷ്, ഫിസ് സുന്ദൂഖി പെട്ടിയിലുണ്ട് എന്ത്? കിതാബിൻ എന്നതാണോ, മദ്രസത്തുൻ എന്നതാണോ, നുജൂമിൻ എന്നതാണോ? കിതാബുൻ. അടുത്തത് അസ്സമക്കു മത്സ്യം ഡാഷ്, ഫിൻ നെഹരി എന്നാണോ,
ഫിൽ ബുസ്താനി എന്നാണോ ഫിൽ ബരി എന്നാണ്? ഇതിൽ ഫിൽ ബുസ്താനി എന്നത് പൂന്തോട്ടത്തിൽ എന്നാണ്. ഫിൽ ബരി എന്നാൽ കരയിൽ എന്നാണ്. ശരിയായത് ഫിൻ നെഹിരി എന്നാണ്, പുഴയിൽ. അസ്സമക്കു ഫിൻ നെഹിരി, മത്സ്യം പുഴയിലാണ്. അടുത്തത് അത്തിഫിലു ഡാഷ്, കുട്ടി. കുട്ടി എവിടെയായിരിക്കും? ഫിസ് സുന്ദൂഖി, പെട്ടിയിലാണോ? ഫിൽ ഹഖീബത്തി, ബാഗിലാണോ? ഫിൽ മഹദി, തൊട്ടിലാണോ? തൊട്ടിൽ. ഫിൽ മഹദി, തൊട്ടിലിൽ. ഇനി അടുത്ത പ്രവർത്തനം ഇങ്ങനെയും വരും. നുജീബുൽ ലിൽ അസ്ഇലത്തി, ചോദ്യത്തിന് ഉത്തരം തയ്യാറാക്കുക. ആദ്യം നമ്മൾ ഉത്തരം പറഞ്ഞിട്ട് ചോദ്യം ഉണ്ടാക്കിയിരുന്നു. ഇതതിൻ്റെ ഓപ്പോസിറ്റ്, ചോദ്യം തന്നിട്ട് ഉത്തരം ഉണ്ടാക്കുക. ഒന്ന്, ഐനൽ കലമു. ഐനൽ കലമു, പേന എവിടെ? അതിൻ്റെ മറുപടി എഴുതണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ചോദ്യത്തിൽ കൊടുത്ത കലമ് എന്ന് ആദ്യം എഴുതണം. അൽ കലമു, എന്നിട്ട് എവിടെയാണ്? പെട്ടിയിലാണെന്ന് പറയണം. ഫിസ് സുന്ദൂഖി. അൽ കലമു ഫിസ് സുന്ദൂഖി, പേന ബോക്സിലാണ്. ഇനി അടുത്തത്, ഐനൽ ഖാത്തമു, മോതിരം എവിടെ? ഐനൽ ഖാത്തമു, മോതിരം എവിടെയാണ്? അപ്പോൾ അതിലെ ഖാത്തം എന്ന് ആദ്യം എഴുതുക. അൽ ഖാത്തമു, മോതിരമാകുന്നത് ഫിൽ ഖിൻസിരി, ചെറുവിരലിലാണ്. മോതിരം ചെറുവിരലിലാണ്. ഇനി അടുത്തത്, ഐന ത്വിഫിലു, കുട്ടി എവിടെ? കുട്ടി എവിടെയാണ്? അപ്പോൾ ആദ്യം കുട്ടി എടുത്ത് എഴുതുക. അത്വിഫിലു ഫിൽ മഹ്ദി, കുട്ടി തൊട്ടിലാണ്. അത്വിഫിലു ഫിൽ മഹ്ദി. ഇനി അടുത്തത്, ഐനൽ കഅബത്തു, കഅബ എവിടെയാണ്? ഇത് ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ് കേട്ടോ, ഇതും അതിന് മുകളിലുള്ള ഒക്കെ. കഅബ എവിടെയാണ്? അൽ കഅബത്തു ഫി മക്ക, കഅബ മക്കയിലാണ്. ഇനി അടുത്തത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതാണ്. നസ്ലുമായി യുനാസിബു, യോജിച്ചത് എടുത്ത് എഴുതാം. ഒന്ന്, അൽ കിതാബു അല ഡാഷ്, യോജിച്ചത് എഴുതുക. കിതാബ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ബുക്ക്. അതാദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി അത് എവിടെയായിരിക്കാം? മുകളിൽ കൊടുത്തതൊന്ന് വായിച്ചു നോക്കുക. ജിദാറുണ്ട്, ത്വാവിലത്തുണ്ട്, റഇസ് ഉണ്ട്, നബി, ഷജറത്ത്. ഇതിൽ ത്വാവിലത്ത് നമുക്കറിയാം, മേശ. അപ്പം അതാണ് യോജിച്ചത്. അൽ കിതാബു അല ത്വാവിലത്തി, പുസ്തകം മേശമേലാണ്. രണ്ട്, അൽ ഖുറാബു അല ഡാഷ്. ഇത് അറിയില്ലെങ്കിൽ അടുത്തതിലേക്ക് പോകണം കേട്ടോ. ഇത് അറിയില്ലെങ്കിൽ, ഇതിലെന്താണ് കൊടുത്തതെന്ന് അറിയില്ലെങ്കിൽ, ഇതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ നേരെ എന്ത് ചെയ്യുക? അടുത്ത ചോദ്യം നോക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് വരുന്നത് എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ അൽ ഖുറാബ് എന്ന് പറഞ്ഞാൽ കാക്ക എന്നർത്ഥം. കാക്ക എവിടെ ഉണ്ടാവുക? അല ഷജറത്തി, മരത്തുമേലാണ് കാക്ക ഉണ്ടാവുക. അൽ ഖുറാബു അല ഷജറത്തി, കാക്കയാകുന്നത് മരത്തിൻ്റെ മുകളിലാണ്. ഇനി അടുത്തത്, അൽ ഇമാമത്തു അല ഡാഷ്. അവിടെ ഇമാമത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തലപ്പാവ് എന്നാണ്. അൽ ഇമാമത്തു അല റഇസി, റഇസ് എന്ന് പറഞ്ഞാൽ തല. അൽ ഇമാമത്തു അല റഇസി, തലപ്പാവ് തലയിലാണ്. ഇനി അടുത്തത്, അൽ മിർഅത്തു അല ഡാഷ്, യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാം. അതിന് യോജ്യമായത് അൽ ജിദാരി എന്നാണ്. അൽ മിർഅത്തു അലൽ ജിദാരി, കണ്ണാടി ചുമരിലാണ്. ഇനി അടുത്തത്, അസ്സലാത്തു അല ഡാഷ്, ഏതായിരിക്കും നമുക്കറിയാം. അസ്സലാത്തു അലൻ നബിയ്യി. ഇനി അടുത്ത പ്രവർത്തനം തർജീം, അർത്ഥം എഴുതി കൊടുക്കുക. ഒന്ന്, അല ഷജറത്തി ഖുശുൻ, ഇത് വീണ്ടും വീണ്ടും വന്ന ഇതിൽ പെട്ടതാണ് കേട്ടോ, ചോദ്യങ്ങളിൽ പെട്ടതാണ്. അല ഷജറത്തി ഖുശുൻ, മരത്തിന്മേൽ കൂടുണ്ട്. അടുത്തത്
ലീ സുന്ദൂഖുൻ വ ഹഖീബത്തുൻ. ലീ എനിക്കുണ്ട്, സുന്ദൂഖുൻ ബോക്സുണ്ട്, വ ഹഖീബത്തുൻ ബാഗും ഉണ്ട്. എനിക്ക് ബോക്സും ബാഗുമുണ്ട്. അടുത്തത് അത്തുഫാഹത്തു ഫിസ്സല്ലത്തി. അത്തുഫാഹത്തു ആപ്പിൾ ആകുന്നത് ഫിസ്സല്ലത്തി കുട്ടയിലാണ്. ആപ്പിൾ കുട്ടയിലാണ്. ഇനി അടുത്ത പ്രവർത്തനം നുജീബുൽ അസ്ഇലത്ത. നമുക്ക് ചോദ്യത്തിന് ഉത്തരം നൽകാനാണ്. ഒന്ന് ഐനൽ ഉമ്മു. ഐനൽ ഉമ്മു ഉമ്മ എവിടെയാണ്? ഉമ്മ എവിടെ? അതിന് മറുപടി കൊടുക്കണം. അപ്പോൾ അതിന് മറുപടി എന്താ കൊടുക്കുക? മറുപടി കൊടുക്കുമ്പോൾ ആദ്യം അൽ ഉമ്മു എന്ന് പറഞ്ഞിട്ട് തന്നെ മറുപടിയും കൊടുക്കണം. ആ ഉമ്മു എടുത്ത് എഴുതുക. അൽ ഉമ്മു എന്നിട്ട് എവിടെയാണ്? വീട്ടിലാണെന്ന് എഴുതണം. ഫിൽ ബൈത്തി വീട്ടിൽ. ഉമ്മ വീട്ടിലാണ്. അൽ ഉമ്മു ഫിൽ ബൈത്തി. 2 ഐനൽ ഖമറു ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ എവിടെ ഉണ്ടാവുക? ആകാശത്തല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഖമറിനെടുത്ത് എഴുതുക. അൽ ഖമറു എന്നിട്ട് എവിടെ ഉണ്ടാവുക? ഫിസ്സമായി ആകാശത്തിൽ. ഇവിടെ ഫി എന്നതിന് അർത്ഥം ഇൽ എന്നാണ്, പക്ഷേ സ്വന്തമായിട്ട് അർത്ഥം വരില്ല. ഒരു വാക്കിൻ്റെ കൂടെ ഫിസ്സമായി സമ ഉണ്ടായതുകൊണ്ട് അർത്ഥം കിട്ടി. ആകാശത്തിൽ. ഫിൽ മദ്രസത്തി മദ്രസയിൽ. ഫീക്ക് സ്വന്തമായിട്ട് അർത്ഥം ഉണ്ടാവില്ല, പക്ഷേ ഒറ്റൊന്നിനോട് കൂടുമ്പോൾ അർത്ഥം വരും കേട്ടോ. ഇനി മൂന്നാമത്തത് ഐന തുഫുലു കുട്ടി എവിടെ? കുട്ടി എവിടെയാണ് നമ്മൾ പറഞ്ഞത്? തൊട്ടിലിൽ. അപ്പോൾ അത്തുഫുലു കുട്ടിയാകുന്നത് ഫിൽ മഹ്ദി തൊട്ടിലിലാണ്. ഫിൽ മഹ്ദി തൊട്ടിലിൽ. അവസാനത്തെ ചോദ്യം ഐനൽ ഖാത്തമു മോതിരം എവിടെ? ഇതൊക്കെ ആവർത്തിച്ച് വന്ന ചോദ്യമാണ്. മോതിരം എവിടെയാണ്? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? മോതിരം എടുത്ത് എഴുതണം. അൽ ഖാത്തമു മോതിരമാകുന്നത് ഫിൽ ഖിൻസിരി ചെറുവിരലിലാണ്. മോതിരം ചെറുവിരലിലാണ്. ഇനി അടുത്ത പ്രവർത്തനം നസിലു ബിൽ മുനാസിബി യോജിച്ചത് എഴുതി കൊടുക്കുക. ഒന്നാമത്തത് അൽ കിതാബു അല ഡാഷ്. അതിന് യോജിച്ച് ഇടത് ഭാഗത്ത് എടുത്ത് എഴുതാം. കിതാബ് എവിടെയാണ് ഉണ്ടാവുക? അതെ, അത്വാവിലത്തി എന്നതാണ്. ശരിയാണ്. അൽ കിതാബു അല ത്വാവിലത്തി. 2 അൽ മിർഅത്തു കണ്ണാടി. കണ്ണാടി എവിടെയാണ്? അലൽ ജിദാരി ചുമരുമ്മയാണ്. ജിദാറും ചുമര് അങ്ങനെയുള്ള ആ വാക്കുകളുടെ അർത്ഥം പഠിച്ചാൽ പെട്ടെന്ന് കിട്ടും. ജിദാറ്, ത്വാവിലത്ത്, ഉറാബ് കാക്ക, ഇമാമത്ത് തലപ്പാവ്, റഇസ് തല, ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ചാൽ പെട്ടെന്ന് എഴുതാം. അപ്പോൾ അൽ മിർഅത്തു അലൽ ജിദാരി കണ്ണാടി ചുമരിലാണ്. ഇനി അടുത്തത് അൽ ഉറാബു അല ഡാഷ്. ഉറാബ് കാക്ക അല ഷജറത്തി മരത്തുമേലുണ്ടാവുക അല്ലേ. അൽ ഉറാബു അല ഷജറത്തി. അടുത്തത് അൽ ഇമാമത്തു തലപ്പാവ്. തലപ്പാവ് ഉണ്ടാകുന്നത് എവിടെയാണ്? അല റഇസി. ഇവിടെ അല എന്ന് നീട്ടാൻ മറന്നിട്ടോ. അപ്പോൾ അലർ റഇസി തലമ്മേലാണ്. ഇനി അടുത്തത് അസ്സലാത്തു അലൻ നബി. സ്വലാത്ത് നബിയുടെ മേലിലാണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ 3-ാം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ലിസാനിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുപോലെ അർത്ഥം എഴുതാനുള്ളതൊക്കെ വരും കേട്ടോ. അതുപോലെ ചില മലയാളം പദങ്ങൾ അറബിയിലാക്കാനും വരാറുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.